ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ വീട്ടിൽ നിന്ന് നമ്മുടെ ഓണമൊക്കെ ആയില്ലേ, അപ്പോൾ അതിന് ഓണക്കോടിയും കൊണ്ടൊക്കെ വരികയാണ്. അപ്പോൾ നമുക്ക് അവർ വന്നിട്ട് കാണാം. അപ്പോൾ അതേ രാവിലെ ഇറങ്ങി എന്ന് പറഞ്ഞ ആൾക്കാരാണ് കേട്ടോ. എത്തിയപ്പോഴേക്കും ഉച്ചയായി. ഇത്രയും സാധനങ്ങളൊക്കെ മേടിച്ച് വന്നുകൊണ്ടായിരിക്കും. ഇതെൻ്റെ നേരെ താഴെയുള്ള അനിയത്തിയാണ്. ഇതാണ് എൻ്റെ അമ്മ. ഇത് എൻ്റെ ചെറിയ അനിയത്തി. അത് കുഞ്ഞമ്മയുടെ മോളാട്ടാ. ഇത് നമ്മളൊരു ബ്രദറാണ്. നമ്മുടെ നാട്ടിലുള്ള ഏട്ടനാണ് കേട്ടോ. നമ്മുടെ വണ്ടിയൊക്കെ ഓടിക്കുന്നത് അവരാണ്. ഇതെൻ്റെ അച്ഛൻ, പിന്നെ ഏട്ടൻ്റെ അച്ഛനും. അപ്പോൾ അവർ വന്നു. അവർക്ക് നമ്മൾ നല്ല ലൈമൊക്കെ ഉണ്ടാക്കി വെച്ചിരുന്നു കേട്ടോ. ഈ അണ്ടിപ്പരിപ്പൊക്കെ അരച്ച കാരണമായിരുന്നു ആ ഒരു വെള്ള കളറ്. എല്ലാവരും ടി വി കണ്ടിരിക്കുകയായിരുന്നു. ടി വി ഓണാക്കി വെച്ച കാരണം കൊണ്ടേ. അപ്പോൾ ഞാൻ നേരെ ചെയ്യുന്നുണ്ട് ഓഫാക്കി വെച്ചു. കാരണം നമ്മളെല്ലാവരും കൂടുമ്പോൾ നമുക്ക് സംസാരിക്കാൻ ചെല്ലിരിക്കേണ്ടത്. അപ്പം ഞാനതൊക്കെ ഓഫാക്കി വെച്ചു. പിന്നെ ഊണ് കഴിക്കണ നേരമായി. നമുക്കിന്ന് ബിരിയാണി ആയിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത്. അവർക്ക് എല്ലാവർക്കും നല്ല ഇഷ്ടമായി. അപ്പോൾ അവരൊക്കെ കഴിച്ചു. പിന്നെ അവർ അധികം നേരം നിന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. വേഗം പോയി. കാരണം നമ്മളിന്ന് അനിയത്തിയുടെ വീട്ടിലേക്കും കൂടെ ഓണത്തിൻ്റെ പോക്ക് പ്രമാണിച്ച് എന്താ പറയുക സാധനങ്ങളൊക്കെ ആയിട്ട് പോവുകയാണ്. അപ്പോൾ അവർ നേരത്തെ ഇറങ്ങി. അപ്പോൾ ഞാൻ അവർക്ക് ഹൃദയപൂർവ്വം മൂവിക്ക് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവർ പടമൊക്കെ കണ്ടിട്ട് പോവാമെന്ന് വിചാരിച്ചു. അപ്പോൾ അവർ പോയി. പിന്നെ ഞാനും അമ്മയും അച്ഛനും കൂടെ മുണ്ടൂർക്ക് പോയി. ഏട്ടൻ നേരെ ഓഫീസിൽ നിന്ന് അങ്ങോട്ട് വരാമെന്ന് പറഞ്ഞു കേട്ടോ. നമ്മൾ മുണ്ടൂരെത്തി. ഇന്ന് പോവാണത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് അഭിയേട്ടനും കൂടെ അവിടെ ഉണ്ട്. അഭിയേട്ടൻ ചെന്നൈയിലാണ് വർക്ക് ചെയ്യണത്. അപ്പോൾ ഇന്ന് അഭിയേട്ടൻ പോവുകയാണ് കേട്ടോ രാത്രി. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇന്ന് തന്നെ പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ ഡ്രസ്സും കുറച്ച് സാധനങ്ങളും കൊണ്ടൊക്കെ പോയി. പിന്നെ നല്ല സൽക്കാരമൊക്കെ ആയിരുന്നു. ചായയും പലഹാരങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. നമ്മളിതേ കുറച്ച് നേരം വർത്താനൊക്കെ പറഞ്ഞിരുന്നു. കുട്ടികൾക്ക് ഫോൺ കണ്ടു കഴിഞ്ഞാൽ പിന്നെ ചെറിയൊരു പ്രശ്നമാണ്. ഫോൺ വേണം. കുറച്ച് നേരം നോക്കും, പിന്നെ എടുത്ത് വെക്കും കേട്ടോ. ഇത് അഭിയേട്ടൻ്റെ നേരെ താഴെയുള്ള അനിയനാണ്. ഇത് ഭാര്യ, അത് അമ്മ കേട്ടോ. പിന്നെ ഒരനിയനും കൂടെ ഉണ്ട്. അപ്പൊ പിള്ളേരെല്ലാരും ഹാപ്പി ഓണം ഒക്കെ പറഞ്ഞു. നമ്മളും ഹാപ്പി ഓണം ഒക്കെ പറഞ്ഞ് തിരിച്ച് ബൈ ബൈ ഒക്കെ പറഞ്ഞിട്ട് വല്യമ്മയുടെ വീട്ടിലേക്കാണ് പോയത് കേട്ടോ. അവിടെ അടുത്ത് തന്നെയാണ് വല്യമ്മയുടെ വീട്. തോളൂരാണ് കേട്ടോ വല്യമ്മ. അമ്മയുടെ മൂത്ത ചേച്ചിയാണ്. അപ്പൊ വല്യമ്മയുടെ പരിപാടി കണ്ടോ? ഇതാണ് പരിപാടി. നല്ല ഭംഗിയായിട്ടില്ലേ? നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇതൊന്ന് കമന്റ് ചെയ്യണം കേട്ടോ. വല്യമ്മ ഈ പ്രായമായിട്ടും എന്താ പറയാ ഇങ്ങനത്തെ ഓരോരോ കാര്യങ്ങൾ ചെയ്ത് എന്താ പറയാ അധ്വാനിക്കുന്ന ഒരാളാണ് കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് ഇത് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ അപ്പൊ അത് മേടിക്കാൻ താല്പര്യമുള്ള ആൾക്കാര് ഒന്ന് കമന്റ് ചെയ്യാട്ടോ. അപ്പൊ വല്യമ്മ തൃശ്ശൂരാണ് ഇത് സ്ഥലം. അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും മേടിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മള് തോളൂര് പറപ്പൂരാണ് സ്ഥലം. അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും മേടിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ വല്യമ്മനെ പറ്റി ആലോചിക്കുമ്പോൾ എപ്പോഴും അഭിമാനം തോന്നാറുണ്ട് കേട്ടോ. കാരണം വല്യമ്മ ഈ പ്രായത്തിലും അധ്വാനിച്ചിട്ട് വല്യമ്മ തൊഴിലുറപ്പിന് പോകുന്നുണ്ട്. അത് കഴിഞ്ഞ് വന്നിട്ട് ഈ നെറ്റിപ്പട്ടത്തിൻ്റെ പരിപാടി ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ആളുടെ ജീവിതമാർഗം കഴിയുന്നത്. കുറേ കാലമായിട്ട് വല്യമ്മ ഇത് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. ചേച്ചി ഏട്ടനൊക്കെ എന്തായിരുന്നു പണി? ചേച്ചി കൊണ്ടുപോയി ഏട്ടൻ ഇപ്പൊ ആള് മരണപ്പെട്ടു. എന്നാലും ചേച്ചി ഒറ്റയ്ക്ക് ചെയ്യാന്നുള്ളൊരു താല്പര്യം ചേച്ചിക്ക് തോന്നി. ചേച്ചി ചെയ്തു നോക്കി, അത് വിജയിച്ചിട്ടുണ്ട്. ഇനി നിങ്ങളുടെയൊക്കെ സപ്പോർട്ടുള്ള കാരണങ്ങൾ ഉണ്ടാവുക. ഓർഡറുകൾ വരിക എന്നൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ വിളിക്കുക, ബന്ധപ്പെടുക. അങ്ങനെയൊക്കെ തന്നെ നമുക്ക് പറയാനുള്ളൂ. പിന്നെ അപ്പം അച്ഛൻ പറഞ്ഞ പോലെ വല്യമ്മ ഇപ്പോൾ ഒറ്റയ്ക്കാണ് ഇതൊക്കെ ചെയ്യണത്. വല്യമ്മ കുറേ വർഷമായിട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. ഇപ്പോൾ ഒറ്റയ്ക്ക് ചെയ്യണതുകൊണ്ട് തന്നെ ഓരോരോ സാധനങ്ങൾ എടുത്ത് കാണിച്ചു തരാനും അതിനെപ്പറ്റി പറഞ്ഞു തരാനൊക്കെ വല്യമ്മക്ക് വലിയ ആകാംക്ഷയായിരുന്നു. പിന്നെ വല്യമ്മ നമുക്ക് നല്ല ചായ ഒക്കെ ഇട്ട് തന്നു. ചായക്ക് നല്ല അവലോസ് പൊടിയൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ കല്യാണം കഴിഞ്ഞ് വന്നതിന് ശേഷമാണ് കേട്ടോ ഈ അവലോസ് പൊടിയൊക്കെ കഴിക്കണത്. കുറ്റിപ്പുറത്തൊന്നും ഞാൻ അധികം ഇത് കഴിച്ചിട്ടില്ല. ഇവിടെ വന്നിട്ടാണ് അധികവും കഴിക്കണത്. അവലോസ് പൊടി പഞ്ചസാര കൂട്ടി കഴിക്കണം. അപ്പോഴാണ് അതിൻ്റെ കറക്റ്റ് ഒരു ടേസ്റ്റ്. എനിക്കിത് ഇഷ്ടമാണെങ്കിലും ഞാൻ വല്ലാണ്ട് കുറേ ഒന്നും കഴിക്കില്ല. പിന്നെ ഇപ്പോൾ ഇന്ന് ഫുള്ള് ഫുഡിങ് ആയ കാരണം കൊണ്ട് അധികമൊന്നും കഴിക്കാൻ പറ്റിയില്ല കേട്ടോ. അപ്പോൾ വല്യമ്മ പഞ്ചസാര ഇട്ട് തരണമെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ വല്യമ്മയ്ക്ക് ഹാപ്പി ഓണമൊക്കെ പറഞ്ഞിട്ട് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോരുകയാണ് കേട്ടോ. ഞാനിതിൻ്റെ ഈ പർപ്പിൾ കളർ കൊണ്ട് മേടിച്ചതാണ് കേട്ടോ. പക്ഷെ ഉള്ളിൽ കണ്ടോ നമ്മളെ സ്ട്രോബെറി ഐസ്ക്രീമിൻ്റെ അല്ലേ ആ പിങ്ക് കളറില്ലേ, അതാണ്. പക്ഷേ ഇത് സ്ട്രോബെറി മാത്രമല്ല, ബ്ലൂബെറിയും പിന്നെ ബാക്കിയുള്ള ബെറി ഒക്കെ കൂടെ മിക്സ്ഡാണ്. സ്ട്രോബെറിൻ്റെ എന്താ പറയുക, അതിൽ നിന്ന് വേറൊരു ടേസ്റ്റ് ഉണ്ട്. പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇതിൻ്റെ പേര് ബെറി ഡാസൽ എന്നാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ലൊരു ഫ്ലേവറാണ് കേട്ടോ. സ്ട്രോബെറി മിക്സാണ്. പക്ഷേ സ്ട്രോബെറിയിൽ നിന്ന് ചെറുതായിട്ട് എന്തോ വേറിട്ട് നിൽക്കണ പോലെ.
അപ്പോൾ വരണ വഴിക്ക് ഐസ്ക്രീം തിന്നാൻ ക്രേവിങ്സ് ആയിട്ട് മേടിച്ചതാണ്. ചെറിയ ജലദോഷത്തിൻ്റെ ചായവൊക്കെ ഉണ്ടെങ്കിൽ കൂടെ ഐസ്ക്രീം തിന്നാനൊരു കൊതി. അപ്പോൾ കഴിച്ച് ഇത്രയായി. വരണ വഴിക്കൊക്കെ വണ്ടിയിൽ ഇരുന്ന് ഇങ്ങനെ കഴിക്കായിരുന്നു. വണ്ടിയിൽ ഇരുന്നിട്ട് ഇങ്ങനെ കഴിക്കണമായിരുന്നു. ഇത്രയായി. അപ്പോൾ അത് ബാക്കിയുള്ളതും കൂടെ കഴിച്ച് തീർക്കട്ടെ. ഈ ഒരു വീഡിയോ ആണ് എന്താ പറയുക എടുത്തിട്ടുള്ളത്. നമ്മൾ എൻ്റെ വീട്ടിൽ നിന്ന് വരുന്നതും നമ്മൾ നാനുവിൻ്റെ വീട്ടിൽ പോയതും പിന്നെ നമ്മൾ വല്യമ്മേൻ്റെ വീട്ടിൽ പോയതും അങ്ങനെയൊക്കെ ഒക്കെ കൂടെ കൂടിയിട്ടൊരു കുഞ്ഞു വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. കാരണം നിങ്ങളങ്ങനെ സപ്പോർട്ട് ചെയ്താൽ മാത്രമേ നമുക്ക് എന്താ പറയുക ഇനിയും കുറേ വീഡിയോ ഇടാനുള്ളൊരു പ്രചോദനമാവുള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും ഒരുപാട് നന്ദി. ബൈ.